ഇതൊരു സാധാരണ യാത്രയല്ല. പറമ്പിക്കുളത്തേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഡാം നീന്തിക്കയറുന്ന കാട്ടാനക്കൂട്ടം. ഈ കാട്ടാനക്കൂട്ടങ്ങളുടെ മുഴുവൻ വീഡിയോ ഇതിലുണ്ട്. മുള കൊണ്ട് നിർമ്മിച്ച മുളത്തോണിയിലൂടെ ഡാമിനുള്ളിലൂടെയുള്ള ഒരു യാത്ര, അതിൻ്റെയും മുഴുവൻ വീഡിയോ ഇതിലുണ്ട്. ഈ കാഴ്ചകളൊക്കെ കാണാൻ ഈ വീഡിയോയുടെ അവസാന ഭാഗം വരെ നിങ്ങൾ കൂടെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാട്ടുപോത്തുകളുടെ കൂട്ടങ്ങൾ, ഡാമിലെ ഷട്ടറുകൾ, ഡാമിന്റെ ഉൾവശം. പ്രിയപ്പെട്ടവരെ, ഇതൊരു സാധാരണ യാത്രയല്ല. വനത്തിലെ ആഴങ്ങളിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അപ്പുറത്തെ ഡാമിൽ നിന്നും ഒരു കാട്ടാനക്കൂട്ടം നീന്തി വരുന്നത് ഞങ്ങളുടെ ദൃഷ്ടിയിൽപ്പെട്ടത്. അപ്പോൾ തന്നെ ഫോറസ്റ്റിന്റെ ഡ്രൈവർ പറഞ്ഞു, അത് കയറുന്ന സ്ഥലം ഞങ്ങൾക്കറിയാം, അവിടെ നിർത്തിത്തരാമെന്ന്. അങ്ങനെ ഞങ്ങൾ അവനെ പ്രതീക്ഷിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അവനെയല്ല, അവനിങ്ങനെ മന്ദമന്ദം ആ കരയുടെ അടുത്തേക്ക് വന്നു. ഞങ്ങളെ അവിടെ ഉണ്ട് എന്ന് അവന്റെ ദൃഷ്ടിയിൽപ്പെട്ടപ്പോൾ ഒന്ന് മെല്ലെ പിന്നോട്ട് വലിഞ്ഞ് ഞങ്ങളെ ശ്വാസമടക്കി അവിടെ തന്നെ നിന്നു. ഡ്രൈവർ പറഞ്ഞു, നിങ്ങൾ മിണ്ടാതിരിക്കുക, അവൻ മെല്ലെ കയറി വരുമെന്ന്. അവനല്ല, അവർ എത്ര എണ്ണമുണ്ട് എന്ന് കയറി വന്നാലേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ ക്ഷമാപൂർവം കാത്തിരിക്കുകയാണ്. നിങ്ങൾ പറമ്പിക്കുളത്ത് പോവുകയാണെങ്കിൽ ഇതുപോലെയുള്ള മനോഹരമായ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. അങ്ങനെ ആന ഇരതേടി പോന്നതാണ് എന്ന് നമുക്ക് അനുമാനിക്കാം. കാരണം എല്ലും കോലുമായ ഒരു അവസ്ഥയിലാണ് നാം അവരെ കാണുന്നത്. അവനങ്ങനെ നമ്മളവിടെ ഉണ്ട് എന്ന് അവർക്കറിയാം. മെല്ലെ മെല്ലെ കയറി വരികയാണ്. എൻ്റെ ദൃഷ്ടിയിൽപ്പെട്ടപ്പോൾ നമുക്ക് അനുമാനിക്കാം, അച്ഛനും അമ്മയും ഒരു ചെറിയ ആനക്കുട്ടിയും പിന്നെ അവന്റെ ഒരു ജ്യേഷ്ഠനോ അനുജത്തിയോ അങ്ങനെ അവർ കരയിലേക്ക് മന്ദമന്ദം ഡാമിൽ നിന്നും കയറി വന്നിരിക്കുകയാണ്. എന്നാൽ നമുക്കൊരു സംശയം, ഇത്ര ചെറിയ ആനക്കുട്ടി ഈ ഡാമിൽ നീന്തുമോ എന്ന്. 170-180 അടി ആഴമുള്ള ഈ ഡാമിൽ ആനക്കുട്ടികൾക്ക് നീന്താൻ കഴിയും. കാരണം ജനിക്കുമ്പോൾ നീന്തൽ അറിയാത്ത ഒരേ ഒരു ജീവിയേ ഉള്ളൂ, മനുഷ്യൻ. ബാക്കി എല്ലാ ജീവജാലങ്ങൾക്കും നീന്താൻ അറിയാം. അവർ അങ്ങനെ കയറി കരയിലേക്ക് എത്തി. പക്ഷേ നാം ഒരു പരിധിവരെ അവരോട് വിട്ടുനിൽക്കണം. കാരണം ആ ആനക്കുട്ടിയെ ആക്രമിക്കാൻ നാം ചെല്ലും എന്ന് അവർ തെറ്റിദ്ധരിച്ചാൽ പിന്നെ നമ്മുടെ പൊടി പോലും ഇവിടെ കാണാനുണ്ടാവില്ല. അത്രക്ക് ക്രൂരമായി അവർ നമ്മളെ ആക്രമിക്കും. ഏതായാലും ഫോറസ്റ്റിലെ ഡ്രൈവർമാരും വാച്ചറും നമുക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ തന്ന് അവരുടെ കൂടെ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ വാഹനത്തിൽ വേണം നമുക്ക് യാത്ര ചെയ്യാൻ. ഇത് നെല്ലിയാമ്പതിയുടെ മറ്റൊരു വശമാണ്. അങ്ങ് ഈ നെല്ലിയാമ്പതി ഒരു മലയുടെ ഈ ചെരുവാണെങ്കിൽ മറ്റൊരു ചെരുവാണ്. പക്ഷെ ഇവിടേക്ക് പോകണമെങ്കിൽ നമ്മൾ തമിഴ്നാട്ടിലൂടെ വേണം പോകാൻ. തമിഴ്നാട് ഫോറസ്റ്റിലൂടെയൊക്കെ കടന്നിട്ട് വേണം പറമ്പിക്കുളത്തെത്താൻ. ഇവിടെ നമ്മൾ ചെന്നു കഴിഞ്ഞാൽ നമ്മുടെ വാഹനം അവിടെ പാർക്ക് ചെയ്ത് പിന്നെ ഫോറസ്റ്റിന്റെ വാഹനത്തിലേ നമുക്ക് യാത്ര ചെയ്യാൻ കഴിയുള്ളൂ. അതല്ലെങ്കിൽ നമ്മുടെ വാഹനം അങ്ങോട്ട് കടത്തിവിടണമെങ്കിൽ നമ്മൾ അവിടെ രാത്രി താമസിക്കാനുള്ള പെർമിഷൻ വാങ്ങണം. ഈ ഡാമിന് ഷട്ടറിന് ചോർച്ചയുണ്ടായിരുന്നു. ഇതാണ് ഒരു സമയത്ത് പൊട്ടിയത്. ഇത് പറമ്പിക്കുളത്ത് നാം ചെന്നപ്പോൾ അവിടെയുള്ള മുളകൾ ഒക്കെ കൂട്ടിച്ചേർത്തുണ്ടാക്കിയ ഒരു തോണി പോലെയുള്ള, മലബാറിന്റെ ഭാഷയിൽ പറഞ്ഞാൽ പാണ്ടി പോലെയുള്ള ഒരു യാത്ര ചെയ്യാനുള്ള ഒരു തോണിയാണ്. ഇതിൽ ഞങ്ങൾ പരമാവധി ആളുകൾ കയറിയിരിക്കുന്നു. ഞാനിരിക്കുന്ന ഭാഗത്തൊക്കെ വെള്ളം ഉള്ളിലേക്ക് വന്നിട്ടുണ്ട്. അത് സ്വാഭാവികമാണ്. പക്ഷെ ചിലർക്കൊക്കെ ചില ആശങ്കകൾ. അതുകൊണ്ട് അവിടെ നിന്നിരുന്ന ആൾ അപ്പുറത്ത് പോയി ഇരുന്നു. വളരെ മനോഹരമായ കാഴ്ചകളാണ് ഇവിടെ
ഞങ്ങൾ പോയത് മഴക്കാലത്താണ്. അതുകൊണ്ട് വെള്ളം നിറഞ്ഞു നിൽക്കുന്ന സമയമാണ്. ഒരു വേനലിന്റെ സമയത്ത് പോയി കഴിഞ്ഞാൽ ഈ കരയിലെ ഉടനീളം മൃഗങ്ങൾ വന്ന് വെള്ളം കുടിക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണാമെന്ന് അവർ നമ്മളോട് പറയുകയുണ്ടായി. ഇവിടെ ഈ കായലിന് നടുവിൽ ഒരു ദ്വീപുണ്ട്. ആ ദ്വീപിൽ റിസോർട്ടുണ്ട്. അവിടെ 5 ആൾക്ക് മാത്രമേ താമസിക്കാൻ പെർമിറ്റുള്ളൂ. അവിടെ പോയി താമസിച്ചാൽ നമുക്ക് രാത്രി മൃഗങ്ങളെ നേരിൽ കാണാം. ഇത്രയ്ക്ക് മനോഹരമാണ് നമ്മുടെ പറമ്പിക്കുളം. നിങ്ങൾ ആരെങ്കിലും കുടുംബസമേതം പോവുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടം വരില്ല എന്ന് മുൻകൂട്ടി പറയുകയാണ്. അതുപോലെ തന്നെ പോകുന്ന വഴിയിൽ കാട്ടുപോത്തുകൾ ഇവയൊക്കെ നമുക്ക് നേരിൽ കണ്ട് യാത്ര ചെയ്യാൻ കഴിയും. ചില സമയത്ത് മൃഗങ്ങൾ കൂടുതലുണ്ടാവും. ഒരുപാട് മൃഗങ്ങളുടെ ഫോട്ടോയും വീഡിയോയും എൻ്റെ അടുത്തുണ്ട്. പക്ഷേ ഇപ്പോൾ തന്നെ ഈ വീഡിയോ ദൈർഘ്യം ഏറിയതുകൊണ്ട് ഞാൻ വളരെ കുറച്ച് വീഡിയോകൾ മാത്രമേ ഇതിൽ ആഡ് ചെയ്യുന്നുള്ളൂ. മാനുകളെ കാണാം. എല്ലാ ജീവജാലങ്ങളെയും നമുക്ക് കാണാൻ കഴിയും. പക്ഷെ അതിനൊക്കെ ഒരു ഭാഗ്യവും കൂടി വേണം കേട്ടോ. ഒന്ന് ദൂരെ കാട്ടുപോത്തുകളുടെ ഒരു കൂട്ടമാണ്. ഒറ്റയ്ക്ക് മേയുന്ന കാട്ടുപോത്തുകളെയും മാൻകൂട്ടങ്ങളെയും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. സമയക്കുറവ് കൊണ്ട് വീഡിയോ പൂർണ്ണമായി ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ മറ്റൊരു വീഡിയോയുമായി ഇനിയും വരും. ഈ പറമ്പിക്കുളത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത്. നന്ദി, നമസ്കാരം.